നമസ്കാരം. പ്രമുഖ യുക്തിവാദിയാണ് ഡോക്ടർ ആരിഫ് ഹുസൈൻ തെരുവത്ത്. ഇസ്ലാം മതത്തിലെ അനാചാരങ്ങളെ എതിർക്കുകയും എതിരാളികളുടെ വായടപ്പിക്കുകയും ചെയ്യുന്ന ഡോക്ടർ ആരിഫ് ഹുസൈൻ്റെ മാതാവ് മരണപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു: ഉമ്മ മരിച്ചു, ഹൂറന്മാർക്ക് വേണ്ടി സ്വന്തം മകന് വരെ തള്ളിപ്പറഞ്ഞ എൻ്റെ ഉമ്മ ഹൂറന്മാരില്ലാത്ത ലോകത്തേക്ക് പോയി, ആദരാഞ്ജലികൾ. ഇങ്ങനെയാണ് ആരിഫ് ഹുസൈൻ കുറിച്ചത്. ഇതിനെതിരെ സമൂഹമാധ്യമത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നത്. പക്ഷേ പോസ്റ്റ് പിൻവലിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഒരു വിശദീകരണക്കുറിപ്പ് എഴുതിയതിനു ശേഷം വീണ്ടും അതേ കുറിപ്പ് തന്നെ ആരിഫ് ഹുസൈൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ വിശദീകരണക്കുറിപ്പ് ഇങ്ങനെയാണ്: ഉമ്മ അറിയാൻ, ഏതാൾക്കൂട്ടത്തിലും എന്നെ കാണുന്ന നേരം ആഹാ നീ വന്നോ എന്ന് ചോദിച്ച് എന്നെ നോക്കി ചിരിച്ചിരുന്ന ആ ചിരി, അതൊന്നു കാണാൻ വേണ്ടി പലതവണ ഞാൻ ഉമ്മയ്ക്ക് മുന്നിലെത്തിയിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി എനിക്കത് കാണാൻ സാധിച്ചില്ല. എൻ്റെ ബോധ്യങ്ങൾക്കനുസരിച്ച് ഞാൻ ചിലത് തിരുത്തി അത് ഉമ്മയോടും ലോകത്തോടും തുറന്നു പറഞ്ഞു എന്നതു മാത്രമായിരുന്നു അതിനു കാരണം. എങ്കിലും അടുത്ത തവണ വരുമ്പോൾ ആ ചിരി കാണാനാകുമെന്നൊരു പ്രതീക്ഷ എന്നും ബാക്കിയുണ്ടായിരുന്നു. എന്നാൽ ആ പ്രതീക്ഷയും ഇനി അസ്ഥാനത്താണ്. ഉമ്മ എന്നെ വിട്ടു പോയല്ലോ. ഉമ്മയുടെ ആ ധൈര്യവും ശബ്ദവും മുഖസാദൃശ്യവും തൻ്റെ ഇടവും ബുദ്ധിയുമെല്ലാം എന്നിൽ ബാക്കിയാക്കിയിട്ട് ഉമ്മ പോയി. പക്ഷേ ഉമ്മ വീടിപ്പോൾ നിശബ്ദമല്ല. ഒരിക്കൽ പോലും മിണ്ടാതിരുന്നവർ ഇപ്പോൾ വലിയ ഒച്ചപ്പാടിലാണ്. ഉമ്മയുടെ മയ്യത്ത് വെച്ചുള്ള ലേലം വിളി പോലെയാണ് എനിക്കത് അനുഭവപ്പെടുന്നത്. മരണവാർത്ത വിളിച്ചറിയിക്കാൻ മത്സരിക്കുകയാണവർ. ഇത്രനാളും ഇവരൊക്കെ എവിടെയായിരുന്നു? ഉമ്മയുടെ തീരുമാനങ്ങളെ മൗനം കൊണ്ടെങ്കിലും പിന്തുണച്ച അവർ എന്തിനാണ് എന്നെ ഇപ്പോൾ വിളിച്ച് കഷ്ടപ്പെടുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മരിക്കുന്നതിന് മുന്നേ ഈ വിളിച്ചു പോകുന്നവരിൽ ഏതെങ്കിലും ഒരുവൻ നിന്നെ ഉമ്മ കാണണമെന്ന് പറഞ്ഞു, ഒന്ന് അവിടെ വരെ ചെല്ലൂ, എന്തൊക്കെയായാലും മകനല്ലേ, നീ ഒന്നങ്ങോട്ട് ചെല്ല് എന്ന് പറഞ്ഞ് എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിലെന്ന് ഞാൻ എത്ര ആശിച്ചിരുന്നു എന്ന് ഉമ്മയ്ക്കറിയാമോ? ഇല്ല, ഉമ്മ അറിയാൻ വഴിയില്ല. അവരാരും തന്നെ വർഷങ്ങളോളം എന്നെ വിളിച്ചില്ല, ഒരിക്കൽ പോലും. എന്നിട്ടും പലതവണ ഞാൻ അവിടെ വന്നു. മുഖത്ത് നോക്കി ഉമ്മ എന്ന് ഞാൻ വിളിച്ചപ്പോൾ ഉമ്മ ആ വിളി കേട്ടതായി പോലും ഭാവിച്ചില്ല. ഒടുവിൽ ഞാൻ കേട്ടത് അവനെ ആരെങ്കിലും ഒന്ന് കൊന്നു തന്നിരുന്നെങ്കിൽ എന്ന് ഉമ്മ പറയുന്നതാണ്. അവനെ പ്രസവിച്ച ഗർഭപാത്രം മുറിച്ചു കളയാൻ തോന്നി എന്നൊക്കെ ശപിക്കുന്നതാണ്. അതുകൊണ്ടായിരിക്കും എനിക്ക് വലിയ വിഷമമൊന്നും ഇപ്പോൾ തോന്നാത്തത്. ആളുകൾ ആശ്വസിപ്പിക്കാൻ വിളിക്കുന്നുണ്ട്. ഞാൻ ഓക്കെ ആണോ എന്നും ചോദിക്കുന്നുണ്ട്. ഞാൻ വലിയ മറുപടിയൊന്നും പറയുന്നില്ല. ഓക്കെ ആണെന്ന് ഞാൻ പറയാതെ തന്നെ അവർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് തോന്നുന്നു. സത്യത്തിൽ ഉമ്മ, എൻ്റെ മനസ്സിലുള്ള ഉമ്മ ഇഞ്ചിഞ്ചായി മരിച്ചിട്ട് വർഷങ്ങളായി. അതായിരിക്കാം ഇങ്ങനെയൊക്കെ അല്ലേ? എന്തായാലും ഉമ്മയുടെ ഉമ്മ ഉണ്ടല്ലോ, എൻ്റെ ആ സ്വന്തം പെറ്റുമ്മ. അവർ മരിച്ചപ്പോൾ ഞാൻ ഇതിലും കൂടുതൽ വിഷമിച്ചതും കരഞ്ഞതും ഞാൻ ഓർക്കുന്നു. ഞാൻ 7-ോ 8-ലോ എങ്ങാണ്ടാണ് അന്ന് പഠിച്ചിരുന്നത്. പ്രിയപ്പെട്ട ആ പെറ്റുമ്മ എന്നും ഒരു നൊമ്പരമാണ്. മരണം കൊണ്ട് മാത്രം തകർന്നടിഞ്ഞ ഒരു ബന്ധം പെട്ടെന്ന് വിശുദ്ധമാകില്ലെന്ന് എനിക്കറിയാം. മരണം ചരിത്രത്തെ മായ്ച്ചു കളയുന്നില്ല, ക്രൂരതകളെ സ്നേഹമാക്കി മാറ്റുന്നില്ല. പുറം ലോകത്തെ കാണിക്കാൻ വേണ്ടി മാത്രം കെട്ടിച്ചമയ്ക്കുന്ന കള്ളക്കഥകൾക്ക് ഉമ്മ എന്നെ തള്ളിപ്പറഞ്ഞ സത്യത്തെ ഇല്ലാതാക്കാനാവില്ല. വാതിലുകൾ എൻ്റെ മുഖത്ത് കൊട്ടിയടയ്ക്കപ്പെട്ടപ്പോഴും ഒരു മകനായി തന്നെ ഞാൻ പലവട്ടം ഉമ്മയുടെ അടുത്തേക്ക് വന്നിരുന്നു. പേടിയേക്കാൾ വലുത് സത്യമാണെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ പേരിൽ എന്നെ നിങ്ങൾ പടിയടച്ച് പിണ്ഡം വെച്ചു. ചിന്തിക്കാൻ തുടങ്ങിയതിൻ്റെ പേരിൽ എന്നെ ശിക്ഷിച്ചു. ഒരു അപമാനമായി, തെറ്റായി, മായ്ച്ചു കളയേണ്ട ഒന്നായി എന്നെ കണ്ടു. എൻ്റെ മരണം ആഗ്രഹിച്ച ജിഹാദികൾക്കൊപ്പം ഉമ്മ പരസ്യമായി നിന്ന നിമിഷങ്ങളുണ്ട്. ഇന്നും നീറുന്ന വാക്കുകളുണ്ട്. എന്നെ പ്രസവിച്ചതിൻ്റെ പേരിൽ സ്വന്തം ഗർഭപാത്രം പോലും എടുത്തു മാറ്റണമായിരുന്നു എന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അസ്തിത്വം തന്നെ ഒരു കുറ്റകൃത്യമായിട്ടാണ് ഉമ്മ കണ്ടത്. എന്നിട്ടും ഉമ്മ രോഗബാധിതയായപ്പോൾ ഞാൻ ആഘോഷിച്ചില്ല, പകരം വീട്ടാൻ ശ്രമിച്ചില്ല. ഒരു മകനെന്ന നിലയിലും മനുഷ്യനെന്ന നിലയിലും ഞാൻ സഹായിക്കാൻ ശ്രമിച്ചു. ഈ മതിൽക്കെട്ടിനിടയിൽ എവിടെയെങ്കിലും കുടുംബത്തിന് കുടുംബമായി പെരുമാറാൻ ഒരു വിടവുണ്ടോ എന്ന് ഞാൻ നോക്കി. പക്ഷേ എനിക്ക് തിരിച്ചു കിട്ടിയത് നിശബ്ദത മാത്രമാണ്. ഉമ്മ ആശുപത്രിയിലാണെന്ന വിവരം പോലും വൈകിയാണ് അറിഞ്ഞത്. പിന്നീട് യാദൃച്ഛികമായി പതിവ് പോലെ ഞാൻ വീട്ടിലെത്തിയപ്പോഴാണ് മരണത്തോട് മല്ലിടുന്ന ഉമ്മയെ ഞാൻ കാണുന്നത്. അവിടെ ഞാൻ ഉമ്മയെ കണ്ടു. എന്നിട്ട് ഞാൻ തിരിച്ചു പോന്നു. കാരണം അവിടെ എനിക്ക് സ്വാഗതമുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഉമ്മ പോയി. മരണവാർത്ത എനിക്കും കിട്ടി. പക്ഷേ ചടങ്ങുകൾക്ക് വേണ്ടി ഞാൻ വരുന്നില്ല എന്നറിയിച്ചു. മറവി ബാധിച്ച ബാപ്പാനെ ഞാൻ സമയമെടുത്ത് ആശ്വസിപ്പിച്ചോളാം. ഉമ്മ ധൈര്യമായിരുന്നു. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത് ഉമ്മയെ സ്നേഹിക്കാത്തത് കൊണ്ടാണെന്ന് ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട്. അവർക്ക് തെറ്റി. ഉമ്മയുടെ വിയോഗം പോലീസും പട്ടാളവുമൊക്കെയുള്ള ഒരു പൊതുമാമാങ്കം ആകാതിരിക്കാനും ഉമ്മയുടെ അവസാന നിമിഷങ്ങൾ ഒരു യുദ്ധക്കളമാകാതിരിക്കാനും വേണ്ടിയാണ് ഞാൻ മാറി നിൽക്കുന്നത്. ജിഹാദികൾ മരണവീട് പോലും ദീനിന് വേണ്ടിയുള്ള ബദർക്കളമാക്കുമെന്ന് ഉമ്മയ്ക്ക് അറിയുന്നതല്ലേ? പിന്നെ ഒരു കാരണം കൂടിയുണ്ട്. അത് ഉമ്മയ്ക്ക് വളരെ നന്നായി അറിയുന്ന കാരണമാണ്. ഇസ്ലാമിൽ നിന്നും പുറത്തായ, ഉമ്മയുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ പന്നി ഇറച്ചി തിന്നുന്ന കാഫിറായ നജസായ ഞാൻ ഉമ്മയെ തൊടാൻ പാടില്ല എന്നല്ലേ പണ്ടേ എന്നോട് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഉമ്മയെ ഞാൻ ഒന്ന് തൊട്ടിട്ട് വർഷങ്ങളായിരിക്കുന്നു. ഇനിയിപ്പോൾ നജസായ ഞാനെങ്ങാനും ഒരു അന്ത്യചുംബനം നൽകാൻ നോക്കിയാൽ ചിലപ്പോൾ ഉമ്മയ്ക്കത് ഇഷ്ടപ്പെടില്ല എന്ന പേടി എനിക്കുണ്ട്.
അതുകൊണ്ട് മരിച്ചു കിടക്കുന്ന ഉമ്മയെ കാണാൻ എനിക്ക് വയ്യ. അത്രയ്ക്ക് ധൈര്യമൊന്നും ഉമ്മ എനിക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് മാപ്പ് തരണം. പിന്നെ ഉമ്മ, ഇത്രയും കാലം എന്നോട് മിണ്ടാതിരുന്നവർ ഇപ്പോൾ ഉമ്മയുടെ ജഡം വെച്ച് എൻ്റെ ജീവിതത്തെ വിചാരണ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഉമ്മയുടെ മരണം അവർക്കൊരു ആയുധമാണ്. ഉമ്മയെ ഞാൻ കൊന്നു എന്ന് വരുത്തി തീർക്കാനും അവർക്ക് നേരിടാൻ ധൈര്യമില്ലാത്ത സത്യങ്ങളുടെയെല്ലാം പഴി എൻ്റെ തലയിൽ കെട്ടിവെക്കാനും അവർ ശ്രമിക്കുന്നുണ്ട്. പരസ്യമായി വ്യക്തമായി ഞാൻ അവരോട് ഇങ്ങനെ പറയുന്നു: ഞാനല്ല ഉമ്മയെ കൊന്നത്. രോഗവും സമയവും ഏതൊരു മനുഷ്യ ശരീരത്തിനും സംഭവിക്കുന്ന സ്വാഭാവികമായ അന്ത്യവുമാണ് ഉമ്മയെ കൊണ്ടുപോയത്. പക്ഷേ മായ്ച്ചു കളയാനാവാത്ത ഒരു സത്യം ഇവിടെയുണ്ട്. സ്വന്തം മകനേക്കാൾ വലുത് ഉമ്മയ്ക്ക് ഉമ്മയുടെ ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങളായിരുന്നു. ചിന്തിക്കുന്നതിനും സംസാരിക്കുന്നതിനും മകനെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെടുന്ന ഒരു ഇസ്ലാമിക ക്രമത്തെയാണ് ഉമ്മ തിരഞ്ഞെടുത്തത്. ഒരു അമ്മയുടെ ശബ്ദം എനിക്ക് അഭയമാകേണ്ട സമയത്ത് ഉമ്മ നിശബ്ദത തിരഞ്ഞെടുത്തു. ജിഹാദികൾ എന്നെ വേട്ടയാടുന്നത് ഉമ്മ നോക്കി നിന്നു. ചിലപ്പോഴൊക്കെ അതിൻ്റെ ഭാഗമാകുകയും ചെയ്തു. വെറുപ്പോടെയല്ല ഞാനിത് പറയുന്നത്, പക്ഷേ കള്ളം പറയാൻ എനിക്കാവില്ല. ഈ നാടകത്തിൽ പങ്കുചേരാനും ഞാൻ തയ്യാറല്ല. എനിക്ക് വിശ്വാസമില്ലാത്ത ചടങ്ങുകളിൽ ഞാൻ പങ്കെടുക്കില്ല. ആരുടെയും അധികാര പ്രകടനങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വിശ്വസിക്കുന്നതായി അഭിനയിക്കാനും എനിക്കാവില്ല. ദുഃഖമെന്നാൽ വിശ്വാസത്തിനുള്ള തെളിവല്ല. അനുശോചനമെന്നാൽ വിധേയത്വവുമല്ല. ഉമ്മ, ഇതൊന്നും ഉമ്മയെ അപമാനിക്കാൻ എഴുതുന്നതല്ല. ചിലർക്ക് നാണക്കേടായി തോന്നിയാലും സത്യം നിലനിൽക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതാണല്ലോ ബാപ്പ പണ്ടേ നമ്മളെ പഠിപ്പിച്ചിരുന്നത്. ഉമ്മയും ഭയത്തിൻ്റെ ഇരയായിരുന്നു എന്നെനിക്കറിയാം. മക്കളെ സംരക്ഷിക്കുന്നതിനേക്കാൾ പ്രധാനം ഇസ്ലാം എന്ന മതത്തെ സംരക്ഷിക്കുന്നതാണെന്ന് പഠിപ്പിക്കുന്ന ഒരു ലോകത്തിൻ്റെ ഇര. ആ കുരുക്കിൽ ഉമ്മ പെട്ടുപോയതാണെങ്കിൽ എനിക്കത് മനസ്സിലാകും. പക്ഷേ മനസ്സിലാക്കുക എന്നത് ന്യായീകരിക്കലല്ല. ഒരമ്മയ്ക്ക് എന്നും തിരഞ്ഞെടുപ്പുകളുണ്ട്. ഒരമ്മയ്ക്ക് ഉത്തരവാദിത്വങ്ങളുണ്ട്. ഒരാൾക്കൂട്ടത്തിൻ്റെ ആക്രോശത്തേക്കാൾ വലുതാകണമായിരുന്നു ഒരമ്മയുടെ സ്നേഹം. ഇന്ന് ഞാൻ ഉമ്മയെ ഓർത്ത് ദുഃഖിക്കുന്നു. ഒപ്പം നമുക്കൊരിക്കലും ഉണ്ടാകാതെ പോയ ആ ബന്ധത്തെ ഓർത്തും നമുക്ക് നഷ്ടപ്പെട്ട സാധാരണ ജീവിതത്തെ ഓർത്ത് ഞാൻ വേദനിക്കുന്നു. മരണം പോലും മനസ്സലിയിക്കാതെ ആരോപണങ്ങൾ മാത്രം ബാക്കിയാക്കിയ നമ്മുടെ വീടിനെ ഓർത്ത് ഞാൻ വേദനിക്കുന്നു. ഏറ്റവും ഒടുവിൽ നീ എൻ്റെ മകനാണ് എന്ന ഒരിക്കലെങ്കിലും പറയാൻ കഴിയുമായിരുന്ന ഉമ്മയുടെ ആ രൂപത്തെ ഓർത്ത് ഞാൻ കരയാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ഈ സന്ദർഭം മുതലെടുക്കാൻ ശ്രമിക്കുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ: നിങ്ങളുടെ മനസാക്ഷി വൃത്തിയാക്കാൻ മരിച്ച ഒരു സ്ത്രീയെ ഉപയോഗിക്കരുത്. മതത്തെ ഒരു കോടതിയായും മരണവീടിനെ ഒരു കൊലക്കളമായും മാറ്റരുത്. ആരെയെങ്കിലും കുറ്റപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ സ്വന്തം കുട്ടിയുടെ ബുദ്ധിയെ ഓർത്ത് ലജ്ജിക്കാൻ ഒരമ്മയെ പഠിപ്പിച്ച ഈ ഇസ്ലാമിക സംസ്കാരത്തെ കുറ്റപ്പെടുത്തുക. സ്നേഹം ഉപാധികളോടെ മാത്രം നൽകുന്ന ഈ ഇസ്ലാം എന്ന പ്രത്യയശാസ്ത്രത്തെ കുറ്റപ്പെടുത്തുക. മക്കളെ പുറത്താക്കുന്നത് അഭിമാനമായി കാണുന്ന ഈ ഇസ്ലാമിക സാമൂഹിക വ്യവസ്ഥിതിയെ പഴിക്കുക. എൻ്റെ അനുഭവം ഇനി ആർക്കും ഉണ്ടാകരുത്. സത്യത്തിനും കുടുംബത്തിനുമിടയിൽ ഒന്ന് തിരഞ്ഞെടുക്കാൻ ഒരു കുട്ടിക്കും ഗതി വരരുത്. സ്വന്തം കുഞ്ഞിനെ ശത്രുവായി കാണാൻ ഒരമ്മയും നിർബന്ധിതയാകരുത്. ഞാനിവിടെ ഒന്നും തെളിയിക്കാൻ വന്നതല്ല. ആരുടെയും അംഗീകാരത്തിന് യാചിക്കുന്നുമില്ല. എന്നെ വീണ്ടും കീഴ്പ്പെടുത്താൻ ഒരുക്കുന്ന വൈകാരിക കെണികളിൽ വീഴാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റേതായ രീതിയിൽ ഞാൻ ഉമ്മയെ ഓർക്കും. നല്ലത് മാത്രം ഓർക്കും. ക്രൂരമായതിനെ നിഷേധിക്കുകയുമില്ല. ഉമ്മ എവിടെയാണെങ്കിലും ആ ഭയത്തിൽ നിന്നെല്ലാം ഇപ്പോൾ മോചനം നേടിയിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഈ ബഹളങ്ങൾക്കെല്ലാം അപ്പുറം ആളുകൾ ഉമ്മയെ പഠിപ്പിച്ചു വെച്ച വെറുപ്പിൻ്റെ കണ്ണിലൂടെയല്ലാതെ ഉമ്മയുടെ മകനായി എന്നെ കാണാൻ ഉമ്മയ്ക്ക് കഴിയുന്നുണ്ടാകുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഞാനിപ്പോഴും ഉമ്മയുടെ മകൻ തന്നെയാണ്. അഭിനയിക്കാൻ തയ്യാറാകാത്തത് കൊണ്ട് ഞാൻ മോശക്കാരനാകുന്നില്ല. സത്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ഹൃദയമില്ലാത്തവനുമാകുന്നില്ല. ഒരു വിശ്വാസത്തെ ഉപേക്ഷിച്ചു എന്നതുകൊണ്ട് എനിക്കെൻ്റെ മനുഷ്യത്വം നഷ്ടപ്പെടുന്നുമില്ല. ഞാൻ ജീവിക്കും. ഞാൻ ശക്തമായി നിലനിൽക്കും. എൻ്റെ ജീവിതത്തെ ഇല്ലാതാക്കാൻ ഉമ്മയുടെ മരണം ഉപയോഗിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. വിടാം. ഇങ്ങനെ പറഞ്ഞാണ് ആരിഫ് ഹുസൈൻ തൻ്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. എത്രയായാലും പെറ്റമ്മയുടെ മരണത്തിൽ ആ കുറിപ്പ് ആരിഫ് ഹുസൈന് ഒഴിവാക്കാമായിരുന്നു. ഒരുപക്ഷെ സ്വന്തം ഉമ്മയിൽ നിന്ന് അടർത്തി മാറ്റപ്പെട്ടതിൻ്റെ വേദനയിൽ അദ്ദേഹം കുറിച്ചതായിരിക്കാം ആ 4 വരികൾ. എങ്കിലും വ്യക്തിപരമായി ഒരിക്കലും അതിനെ ന്യായീകരിക്കുന്നില്ല. എതിർക്കേണ്ടതിനെ എതിർക്കുക തന്നെ വേണം. പക്ഷേ ഈ അവസരത്തിൽ അത് അനാവശ്യമായിരുന്നു എന്ന് പറയേണ്ടി വരും.